ടീമിന്റെ ഫംഗ്ഷനിലെ സുന്ദരിയാവാതിരിക്കാൻ പറ്റോ? ടീം എപ്പോഴാണ് കെട്ടാന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വന്നപ്പോ തന്നെ കെട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം വന്നാലും എല്ലാവരും ആദ്യം ടീമെ എന്നാണ് കല്യാണം കഴിക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്. കുർബാന കൂടാൻ നേരത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരിക്കുന്നതും എൻ്റെ ചേട്ടൻ്റെയും കല്യാണം നടക്കാനായിരുന്നു. സ്വന്തം വീട്ടിലെ ഒരു കല്യാണത്തിന് പങ്കെടുക്കുക എന്നുള്ളൊരു ഫീലോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ടീമിന്റെ മകൻ തന്നെയാണ് ഇപ്പോഴും ഞാനാണ് ആദ്യം വന്നത്. ഞാൻ എല്ലാം സംസാരിച്ച് കഴിഞ്ഞു. Dime lo que tú quieres de mi coqueta. Sé lo que te gusta es salir y se suelta. Cuando baila reggaetón pa' mí que muñeca. Me gusta salir y seducir. Me gusta seducir. Dime lo que tú quieres de mi coqueta. Sé lo que te gusta es salir y se suelta. Cuando baila reggaetón pa' mí que muñeca. Me gusta salir y seducir. Dale chiquitita también más. Qué bonita que te quiere controlar. Ella dice que me quiere controlar. Nosotros los vamos a develar más. Dime, ¿cómo tú te quieres a venir más? Dime, ¿cómo los vamos a conocer más? Dime, no te quiero solo ver, quiero compartirte. Quiero que te vean y te sigan. Soy un mandolero, le gusta o era una coqueta. Dime cómo suena la pobreza. Sé que tú supiste que tú fuiste la coqueta. Tú siempre fuiste la coqueta. Dime lo que tú quieres de mi coqueta. Sé lo que te gusta es salir y se suelta. Cuando baila reggaetón pa' mí que muñeca. Me gusta salir y seducir. ഞാൻ സംസാരിക്കുന്നത് അമ്മച്ചി സംസാരിക്കാനല്ലേ? എന്നെ അമ്മച്ചി ഒരുപാട് വർഷമായിട്ട് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. ഈ പള്ളി അങ്ങനത്തെ സംസാരിക്കുന്നത് പള്ളി മുറ്റത്താണ് ഈ ഹാള്. ഈ തോന്നുന്നത് ഞങ്ങളുടെ മുണ്ടപ്പേരി ഇടവകയിൽ ഏറ്റവും കൂടുതൽ പള്ളിയിൽ കുർബാന കൂടെയുള്ള അമ്മച്ചിയാണ്. അമ്മച്ചി കുർബാന കൂടാൻ നേരത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരിക്കുന്നതും എൻ്റെ ചേട്ടൻ്റെയും കല്യാണം നടക്കാനായിരുന്നു. പ്രാർത്ഥന ഞങ്ങളുടെ സന്ധ്യാപുണ്യാളം കേട്ടു. വളരെ സന്തോഷം. ഈ മധുരങ്കലിൽ ചടങ്ങിൽ വന്ന എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും സ്റ്റാർ മാജിക്കിൽ നിന്ന് ഇപ്പോൾ ആലീസ് വന്നിട്ടുണ്ട്. ഒത്തിരി പേരെന്ന് ഞാൻ മധുരങ്കലിൽ ചടങ്ങിൽ വിളിച്ചിട്ടില്ല. വെല്ലെണ്ണാവുന്ന ആൾക്കാരെ വിളിച്ചത് കുറച്ച് ആൾക്കാർ വരും.
ഫംഗ്ഷൻ ഇനി അടുത്ത ദിവസമാണ് വന്നത്. അപ്പോൾ ആ ഫംഗ്ഷനിൽ എല്ലാവരും ഉണ്ടാവും. എന്നിരുന്നാലും എൻ്റെ നാട്ടുകാരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കൂട്ടുകാരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഓൺലൈൻ മീഡിയസൊക്കെ എല്ലാവരും ഈ മതങ്ങളുടെ ചടങ്ങിൽ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം എനിക്ക് ഉറക്കം വരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ ഒരു ഉറക്കം പോണ സംഭവം എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത്രയും ഒരു സിനിമയൊക്കെ ചെയ്യുന്ന ഡയറക്ടർമാരെ സംഭവിക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ നാളുകളിൽ സ്റ്റാർ മാജിക്കിലുണ്ടായി. അതിലൊക്കെ ഈവൻസൊക്കെ എടുത്തപ്പോൾ ഞാനൊക്കെ പോയിട്ട് വെറുതെ ആക്ട് ചെയ്താൽ മതി. ഒരു ഈവൻ്റൊക്കെ നടത്തുമ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് അറിയുന്നത് തന്നെ സ്വന്തമായിട്ടൊരു ഫംഗ്ഷൻ നടത്തുമ്പോഴാണ്. സമ്മതിക്കണം കേട്ടോ ഒരു പരിപാടിയൊക്കെ നടത്തുന്ന ആൾക്കാരെയൊക്കെ. അപ്പോൾ വളരെ സന്തോഷം വിളിച്ച് വന്നതിന്. അപ്പോൾ ഇനി മറ്റെങ്കിലും കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ആലീസിൻ്റെ കൈമാറിയാണ് എനിക്ക് ഭയങ്കര സുന്ദരിയായിട്ട് വന്നിരുന്നു ആലീസ്. എന്നത്തേലും ടീമിന്റെ ഫംഗ്ഷനിൽ സുന്ദരിയാവാതിരിക്കാൻ പറ്റോ? നമ്മുടെ സ്റ്റാർ മാജിക്കലിന്റെ ഫ്ലോറിൽ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം വന്നാലും എല്ലാവരും ആദ്യം ടീമെ എന്നാണ് കല്യാണം കഴിക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്. അവസാനം ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ടീം വിവാഹിതരാവാൻ പോവുകയാണ്. ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ, സ്റ്റാർ മാജിക് ഫാമിലിയിൽ ആർക്ക് എന്താവശ്യം വന്നാലും എന്തൊരു ഫംഗ്ഷൻ വന്നാലും ആദ്യം ഓടിയെത്തുന്ന ആളാണ് ടീം കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെയും പാലാച്ചും ഒക്കെ ടീം വന്നിരുന്നു. അപ്പോൾ ടീമിൻ്റെ ഒരാവശ്യം വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഇന്ന് ടീം വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ. കുറേ ആൾക്കാർക്ക് ഇനി വരുന്നുണ്ട്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് ഞങ്ങളുടെ ഫുൾ ക്രൂ എല്ലാവരും ഉണ്ടായിരിക്കും. അതുപോലെ താര എത്തിയിട്ടില്ല. താരയോടും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് പറയണം. കാര്യം ഞങ്ങളുടെ ടീം അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. താരനെ നന്നായിട്ട് നോക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ അമ്മച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ടീമിൻ്റെ കല്യാണം എന്ന് പറയുന്നത്. ഫ്ലോറിൽ വരുന്ന സമയത്തായാലും ഞങ്ങൾ ചോദിക്കുന്ന പോലെ എപ്പോഴും ചോദിക്കുമായിരുന്നു, അമ്മച്ചി എന്നാണ് കല്യാണം എന്ന്. അവസാനം അമ്മച്ചി സന്തോഷമായോ? ഭയങ്കര സന്തോഷമായി അമ്മച്ചി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് ടീമെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. അടിപൊളിയായിട്ട് ഇരിക്കട്ടെ. താങ്ക് യു. മറ്റ് കുറച്ച് വിശിഷ്ട അതിഥികളും കൂടെ നമ്മളുടെ ഈ ഒരു മുഹൂർത്തത്തിൽ എത്തിയിട്ടുണ്ട്. സുഹൃത്തിലേക്കൊക്കെ ഞാൻ ഈ മൈക്ക് കൈമാറുകയാണ്. അവരുടെ വിശ്വസിലൂടെ ഇന്നത്തെ ദിവസം ഒത്തിരി സ്പെഷ്യലാണ്, പ്രഷ്യസ് ആണ്. സോ യെസ്, അപ്പം രണ്ടുപേരിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മുടെ ടീം അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ടീമിനെ കാണാൻ വേണ്ടിയിട്ട് വളരെ ലോങ്ങിൽ നിന്ന് വളരെ സന്തോഷത്തോടു കൂടെ വന്നിട്ടാണ്. കൂടെ അമ്മയും ഒരുപാട് കാലമായി നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. ടീമിനെ പരിചയപ്പെട്ടിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ടെങ്കിലും വളരെ അടുപ്പുള്ള ഒരു നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിലെ ഒരു കല്യാണത്തിന് പങ്കെടുക്കുക എന്നുള്ളൊരു ഫീലോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം എല്ലാവരെയും കാണാൻ വേണ്ടത് സന്തോഷം. താങ്ക് യു സോ മച്ച്. ടീം എൻ്റെ 3 ഷോപ്പ് ഓപ്പൺ ചെയ്തതാണ്. പിന്നെ ടീമിൻ്റെ അമ്മയായിട്ട് ഞാനൊരു മൂവിയിൽ അഭിനയിച്ചതാണ്. ഇടിവെട്ടി മഴയിൽ പെയ്ത സംഭവം ഒരു ഡയലോഗിൽ കൂടിയെങ്കിലും നല്ല അടിപൊളി. എന്തായാലും ടീം എൻ്റെ മകൻ തന്നെയാണ് ഇപ്പോഴും. എന്തായാലും എല്ലാവിധമായ ആശംസകളും ഞാൻ നൽകുകയാണ് എൻ്റെ ടീമിന്. ഓക്കെ, താങ്ക് യു. He belongs to Pallikamalayal family and തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എൻ്റെ ചേട്ടന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ ഞങ്ങളൊക്കെ ഓലപ്പരയിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഒരുപാട് ജീവിതം അറിഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് ലോകത്ത് എത്ര സുഖസൗകര്യത്തിൽ എന്തൊക്കെ പരിപാടിക്ക് പോയാലും വന്ന വഴി വളർത്തേണ്ട ആൾക്കാരാണ്. കാരണം എൻ്റെ അമ്മച്ചിയും എൻ്റെ ചേട്ടന്മാരും എൻ്റെ ചേച്ചിയും പഠിപ്പിച്ചിരുന്നതും അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് പുറത്തു പോകുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബിഹേവിയറിൽ എൻ്റെ അമ്മച്ചിയും ചേട്ടന്മാരെയും പഠിച്ചതാണ്. ചേട്ടന്മാരൊക്കെ നല്ല അടിപൊളിയാണ്. ഒരുപാട് കലാകാരന്മാരാണ്. കാരണം എൻ്റെ മൂത്ത ചേട്ടൻ സ്റ്റാൻലി, പുള്ളി ഫൈറ്റ് മാസ്റ്ററാണ്. സെൻട്രൽ സിറ്റിയിലെ ഫുട്ബോൾ പ്ലെയറാണ്. ഡാൻസ് നന്നായിട്ട് അറിയാം. പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ടീച്ചറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ചെറുങ്ങനെ സഹകരാവലാണ്.
മുതേടന് മാർപ്പിട്ട പണിയാണ്. അദ്ദേഹം മഴക്കാലം പോയി കഴിവുള്ളതാണ്. ചേച്ചിയാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനൊക്കെ നിന്നതാണ്. നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ ചേച്ചി. അപ്പോൾ വളരെ നല്ല കുടുംബമാണ്. അമ്മച്ചിയാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ട്. പിന്നെ താര വരുമ്പോൾ താരയാവും, അമ്മച്ചിയാവും, രണ്ട് കൂട്ടുണ്ടാവും എനിക്ക്. ഇത്രയൊക്കെ പറയാനുള്ള ഇനി അവതാരികൾക്ക് കൈമാറിയാണ് എനിക്ക്. ഞാൻ ഒന്നുകൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് സിബ്ലിങ്സിനെ എല്ലാവരെയും ആൻഡ് along with their family members തീർച്ചയായിട്ടും അഞ്ജു, അജയ് ആൻഡ് റോഷ്നി. സോ യെസ്, ജെസ്സിയെ ഒഫീഷ്യലി വെൽക്കം ചെയ്യാണ് ഈ ഒരു സെറമണിയിലേക്ക്. ഇന്നത്തെ ഈ ഒരു വിഷയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മൈക്ക് കൂടെ ഞാൻ കൈമാറുകയാണ്. യെസ്, തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ടീമിന് ഏറ്റവും വലിയൊരു ദിവസമാണ് അല്ലേ? സോ അപ്പം 2 വാക്ക് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ഈ മൈക്ക് തരാണ്. ഹായ് എവരിവൺ. ഹായ് പറയുന്നില്ലാരും. ഹായ്. ആക്ച്വലി ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്കാണെങ്കിലും ടീമിനാണെങ്കിലും. ടീം എപ്പോഴാണ് കെട്ടുക എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റാർ മാജിക് വന്നപ്പോൾ തന്നെ കെട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സർപ്രൈസ് ആയിട്ട് കെട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ടീമിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ലൈക്ക് ബിനീഷ് ബാസ്റ്റിൻ എന്ന് അമ്മയെ അത്ര ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ആൻഡ് ഫസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ബിക്കോസ് നമ്മുടെ വില്ലൻ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട് ഹീസ് ലൈക്ക് എ ഫാമിലി ജെം ഓഫ് എ പേഴ്സൺ. ആൻഡ് സ്റ്റാർ മാജിക്കിലൊക്കെ നമ്മൾ ഒരുമിച്ച് എപ്പിസോഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ ടീം ഉണ്ടെങ്കിൽ അത് അടിപൊളിയാണ്. ടീമിനൊരു പാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ആ ഒരു എനർജി കിട്ടത്തില്ല. ആൻഡ് ഇന്ന് ടീമിൻ്റെ ലൈഫിലൊരു ഭയങ്കര ഒരു വെരി സ്പെഷ്യൽ ഡേ. ഐ എം വെരി ഹാപ്പി ഫോർ ഹിം. ഹീസ് ലൈക്ക് എന്താ പറയുക, ഇതൊരു നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്. അപ്പോൾ ടീമിൻ്റെ കല്യാണം എൻ്റെ ഒരു സ്വന്തം ബ്രദറുടെ കല്യാണത്തെ പോലെയാണ്. സോ വളരെ വളരെ ഹാപ്പി. ടീമിലുണ്ടായിരുന്നു, ടീമിൻ്റെ ഫാമിലിയും ടീമിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരായിരുന്നു. ഇപ്പോൾ ടീമിനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താര ലൈഫിലോട്ട് വരാണ്. വി ആർ വെരി എക്സൈറ്റഡ്. കല്യാണത്തിൻ്റെ ദിവസം താരനെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. സോ ടീമിൻ്റെ സ്വഭാവം ആക്ച്വലി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ലൈക്ക് എല്ലാവരോടും നല്ല പെരുമാറ്റം, എല്ലാവരും റെസ്പെക്ട് ചെയ്യും. സോ ഞാനൊരു സെലിബ്രിറ്റി ആണ് എന്നുള്ള ഒരു ജാടയോ അതോ ഒന്നും ടീമിനില്ല. എന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഇത്ര പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ യു നോ വാട്ട് ഹി മെന്റ് ടു ബി. എന്നെ പൊക്കല്ലേ എന്ന് ഞാൻ പൊക്കും, എനിക്ക് എത്ര പറ്റും. സോ താങ്ക് യു ഓൾ ഗൈസ് ആൻഡ് ലെറ്റ്സ് ഓൾ ബ്ലെസ്സിങ് ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് യുവർ ഫാമിലി. എനിക്കെല്ലാം മനസ്സിലായി ഇംഗ്ലീഷ്. ഓ, ഞാൻ ഇതൊക്കെ പിന്നെ മെസ്സേജ് അയച്ചിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയേണ്ടി വരും. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അമ്മ സന്തോഷമല്ലേ? സന്തോഷം. അമ്മയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഓ മൈ ഗോഡ്, എത്ര സന്തോഷത്തോടെയാണ് അമ്മ എല്ലാവരും വിളിച്ചത് എന്നുള്ളത്. സോ വളരെ ഹാപ്പിയാണ്. ടീമിന് വരുന്നുള്ളൂ, ബിനീഷ് ബാസ്റ്റിൻ വരുന്നില്ല. സോ നമ്മുടെ ടീം അടിപൊളിയാണ് അല്ലേ? 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 ടീമേ 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 ടീമേ. മറ്റേ ഫോട്ടോ കൊച്ചിയിലോ ആ 2 സോങ്ങല്ലേ നമുക്കറിയുള്ളൂ. ട്രാക്കിട്ട് പാടുവാണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് നമുക്ക് ഇരിക്കുക. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. I love you, teammate. I love you so much. ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഓടിയത് കോമഡി കോളേജിലേക്ക് ആണല്ലേ? കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഹായ്. എനിക്ക് പറയേണ്ടത് അറിഞ്ഞൂടാ. ഈ മധുരത്തിൽ ഞാൻ ടീമിന് മധുരം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണ് ആദ്യം വന്നത്. ഞാൻ എല്ലാം സംസാരിച്ച് കഴിഞ്ഞു. ടീം എത്തുന്നതിന് മുന്നേ ഞാൻ ഇവിടെ എത്തി. അല്ല മമ്മി അനുഭവ മമ്മി ഒരു ആശംസ.
ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലാണ് എത്ര വർഷത്തെ പ്രണയമാണ്? പക്ഷെ ഞാൻ സത്യമായിട്ടും 5 വർഷം അറിഞ്ഞില്ല ടീമിൽ ഒരു പെണ്ണുണ്ടെന്ന്. നമ്മൾ പെണ്ണിന് ആലോചിക്കാൻ പെണ്ണിന് തപ്പമായിരുന്നു സാമൂഹിക ടീമിനെ ഒരു ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരാളെ കിട്ടിയതായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇതുവരെ ടീമിനെ ബിനീഷ് വിളിക്കുന്നുണ്ടായിരുന്നു. എന്താ വിളിക്കുന്നത്? പിന്നെ
ഏത് പാട്ടാണ് ടീമെ പാടിക്കുന്നത്? അതെ, ടീമേറ്റിന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അതിനുമുമ്പ് എനിക്ക് കാര്യം ചോദിക്കണം. ജസ്റ്റിന്റെ വരും. ജസ്റ്റിൽ വരും. അണ്ണാ ചോക്കല്ലോ. ആ ഷിയാസ്, 7 കൊല്ലം നമ്മുടെ പരിപാടി പോയി. അതിനൊന്നും മൈക്ക് എടുത്തൊരു വാക്ക് പോലും സംസാരിക്കാത്ത ഇവരൊക്കെ എങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്? സത്യം പറഞ്ഞാൽ ഞാനൊരു ഡെസ്റ്റിനേഷനോ കാര്യം രണ്ടുപേരെ സംസാരിക്കുന്നത് അന്യം ജസ്റ്റിലും. എന്താണ് അതിന്റെ ബാക്കിലുള്ള? അതിന്റെ ബാക്കിലും മുന്നിലും പിന്നിലും നടുവിലും എല്ലാം അനുചേട്ടനാണ് ഉള്ളത്. അത് ദാറ്റ്സ് ഫോർ വെരി ഷുവർ. ആൻഡ് ഗൈസ്, ഞാൻ 2 വർഷം സംസാരിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോ സ്റ്റാർ മാജിക് ഇല്ലാത്തതുകൊണ്ട് 1 വർഷം വായടിച്ചിരിക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു സന്തോഷം, ഐ മീൻ ടു സേ ഐ ഹാഡ് ടു ക്ലോസ് മൈ മൗത്ത്. ഒന്നും സംസാരിക്കാറുമില്ല, കേൾക്കാറുമില്ല. സോ ഈ വർഷം പൊളിക്കാണ്. നമ്മുടെ ടീമിന്റെ കല്യാണം കഴിഞ്ഞു. ഷിയാസ് അച്ഛനാകും പോവാണ്. ഒരു 7 years മുന്നേ ഞാൻ ഷിയാസിനെ ഷിയാസിന്റെ മുഖം കണ്ട് ഷിയാസ് ആദ്യമായിട്ട് അറിയണ പോലെ ആക്ച്വലി ഷിയാസിനെ പണ്ട് കാണുമ്പോ ഒരു മോഡലായിട്ടും സിംഗിളർ ബാച്ചുലർ അങ്ങനെ ഉണ്ടായ ഒരാള് ഫുൾ കംപ്ലീറ്റ് ഫാമിലിമാനായിട്ട് കണ്ട് ഇപ്പൊ ഒരു അച്ഛനാവാൻ പോവാണ്. മേ ബി നെക്സ്റ്റ് ഇയർ ബിനീഷ് ബാസ്റ്റിൻ ഓൾസോ ബി എ ഡാഡ് എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾസോ വിൽ ബി ഹാപ്പി ഫോർ ബോത്ത് ഓഫ് ദം. കൺഗ്രാറ്റ്സ്. ചുരുക്കം പറഞ്ഞ ഞാനൊരു അച്ഛനാവണം അല്ലേ? നെക്സ്റ്റ് ഇയർ ഇങ്ങനെ അന്നാ ചക്കയുടെ കല്യാണത്തിന് വരുമ്പോ ബിനീഷ് ബാസിന് ഒരു കൊച്ചുണ്ടാവും. അല്ല ഇപ്പോ ഷിയാസിന് ഒരു കൊച്ചുണ്ടാവും പോവല്ലേ. നെക്സ്റ്റ് അന്നയുടെ കല്യാണം, നമ്മുടെ സാമ്രാജിന്റെ കല്യാണം കഴിക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഞാൻ ഭയങ്കര യങ്ങാണ്. അപ്പോ ഇവർക്കൊക്കെ വയസ്സായ ആൾക്കാരാണ്. അപ്പൊ അവര് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വലിയ ആൾക്കാരുടെ കഴിയണല്ലോ, അതുകൊണ്ടാണ് വെയിറ്റിംഗ്. കല്യാണം പ്രായം കഴിഞ്ഞു. ഇല്ല, ആക്ച്വലി ഷിയാസ് എനിക്കൊരു കല്യാണം സംസാരിച്ച് ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടീമേ, അമ്മ അടുത്ത് നിൽക്കുന്ന അമ്മ വളരെ സന്തോഷമുണ്ട്. ടീമിൻ്റെ അമ്മയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ ഭാഗ്യപ്പെടുന്നു ഞാൻ പറയാം. 2-ാം തീയതി വന്നിട്ട് പൊളിക്കുന്നത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ 2-ാം തീയതി ഷൂട്ടുണ്ട്. അതുകൊണ്ട് ഇന്നെങ്കിലും ഇവിടെ വന്ന് ഇവർക്ക് എന്താ പറയുക, നമ്മുടെ എല്ലാവരുടെ ആശംസകളും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനയോടുകൂടി ഇവിടെ വന്നിരിക്കുകയാണ്. ടീമെ വൈകി വന്നാലും ലേറ്റസ്റ്റായിട്ട് വന്നാലും നല്ലൊരു പരിപാടിയില്ല. എനിക്ക് ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത്. ഒരു പാവം പിടിച്ച അമ്മ മുന്നോട്ടുണ്ട്. ആ അമ്മയെ പൊന്നുപോലെ നോക്കുക. ജീവിതം ടീമിനെ നല്ല രീതിയിൽ തന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എനിക്കത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഇന്ന് എല്ലാവരോടും നിങ്ങളെ കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ നല്ലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് സന്തോഷം. എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ എല്ലാവരും കൂടെ നല്ല രീതിയിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ വർക്കൊന്നും ചെയ്തിട്ട് നമ്മൾ സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്, പുരുഷന്മാരുണ്ട്. ഞാൻ പുരുഷന്മാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പരാതിയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, പുരുഷന്റെ പുറകെ എപ്പോഴുള്ള സ്ത്രീ തന്നെയാണ്. സ്ത്രീ ഇല്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയില്ല. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ ദൈവത്തിലെ എല്ലാ രീതിയിലും എല്ലാവർക്കും ഉണ്ടാവുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാ ആശംസകളും